നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കില്ല എന്ന് കരുതി ഒടുവിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രവാസ ലോകത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തിയ ഒരു മനുഷ്യനെ നമുക്കൊക്കെ അറിയാം. ആടുജീവിതം എന്ന ഒരു നോവലിൽ പ്രധാന കഥാപാത്രമായി മാറിയ മുജീബ് എന്ന മനുഷ്യൻ. അതുപോലൊരു മനുഷ്യൻ്റെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഗോപാലചന്ദ്രൻ്റെ കഥ. കഴിഞ്ഞ 42 വർഷമായി ബഹ്റൈനിൽ പലയിടങ്ങളിലായി ഇദ്ദേഹം ജോലി ചെയ്ത് അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരാനുള്ള നടപടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇനി നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന അദ്ദേഹത്തിന് ഇതൊരു രണ്ടാം ജന്മമായി തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ തിരികെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 42 വർഷം നീണ്ട ബഹ്റൈൻ പ്രവാസ ജീവിതത്തിനൊടുവിലാണ് അദ്ദേഹം ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രവാസി ലീഗൽ സെല്ലാണ് ഇദ്ദേഹത്തിനെതിരെ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായിട്ട് സാധാരണ ഒരു പ്രവാസി പോകുന്നത് പോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും യാത്ര. 1983 ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് യാത്ര തിരിക്കുന്നത്. പൗടിക്കോണത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇവിടെ നിന്ന് ഇദ്ദേഹം പോയെങ്കിലും പക്ഷേ അവിടെ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. പിന്നീട് കുടുംബത്തെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒന്നും കാണാൻ പറ്റുകയോ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയോ ഒന്നും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ ഇദ്ദേഹം എത്തുകയായിരുന്നു. അങ്ങനെ നീണ്ട 4 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം സമയം ചിലവിട്ടു. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വരികയാണ്. അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരാൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തൻ്റെ പാസ്പോർട്ടും മറ്റു രേഖകളുമെല്ലാം കൈവശം വെച്ചിരുന്ന തൊഴിലുടമ മരണപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവാസ ലോകത്തൊരു നരക ജീവിതം ലഭ്യമായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊഴിലുടമ മരണപ്പെട്ടതോടെ ആ രേഖകളൊക്കെ കൈവശം വച്ചിരുന്ന അദ്ദേഹം എവിടെയാണ് ഈ കാര്യങ്ങളൊന്നും വെച്ചത് എന്നറിയില്ല. തൻ്റെ രേഖകളെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ പ്രതിസന്ധിക്കൊക്കെ പ്രധാന കാരണം. ഫോണോ മറ്റ് ആശയവിനിമയ ഉപാധികളോ ഉപയോഗിക്കാതിരുന്ന ഗോപാലന് തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ പിന്നീട് സംശയമായിരുന്നു. ഇതോടെ ജീവിതം കൂടുതൽ ഇരുട്ടിലാകുകയും പ്രവാസത്ത് തന്നെ തൻ്റെ അവസാനമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു കഴിഞ്ഞൊരു മനുഷ്യനാണത്. ബഹ്റൈനിൽ ഇതിനെ തുടർന്ന് പലയിടങ്ങളിലായി ഇദ്ദേഹം ജോലി തേടിയെത്തുന്നു. അവിടെ ജീവിതം തള്ളി നീക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ 2020 ഇദ്ദേഹം ഒരു അപ്രതീക്ഷിതമായിട്ടൊരു പ്രശ്നത്തിൽ അകപ്പെടുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഗോപാലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജയിലിലേക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് തൻ്റെ നാട്ടിൽ അമ്മയും സഹോദരങ്ങളും അടക്കം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം തിരിച്ചറിയുന്നത്. ഇതോടെ നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. നാട്ടിലെത്താൻ പിന്നീട് പലരുമായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. പക്ഷേ ഒടുവിൽ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ സഹായത്തോടെ ഇടപെടലോടെ ഗോപാലൻ തിരികെ നാട്ടിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ബഹ്റൈൻ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, സെക്രട്ടറി ഡോക്ടർ റിതിൻ രാജ്, അനിൽ തങ്കപ്പൻ നായർ എന്നിവരാണ് ഇതിനു വേണ്ടിയിട്ട് പ്രധാനമായും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി നിയമക്കുരുക്കുകളൊക്കെ മാറ്റിക്കൊണ്ട് തടസ്സങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. യാത്രാ ചെലവുകളും മറ്റും ഇന്ത്യൻ എംബസിയാണ് വഹിക്കാൻ പോകുന്നത് എന്നതാണ് വിവരം. 95 വയസ്സുള്ള അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ കാണാനുള്ള തിടുക്കം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉള്ളത്. വർഷങ്ങളോളം ബഹ്റൈൻ പ്രവാസത്തിലായിരുന്നുവെങ്കിലും യാതൊരു സമ്പാദ്യവും ഇദ്ദേഹത്തിനില്ല എങ്കിൽ പോലും തിരികെ നാട്ടിലേക്ക് എത്താനാകുമെന്നുള്ളൊരാശ്വാസം അതുതന്നെയാണ് ഇപ്പോൾ ഗോപാലൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്.